വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ കറണ്ട് അഫയേഴ്സ് റെഗുലർലി റിവൈസ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ ചിലപ്പോൾ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മളിപ്പോൾ ഇവിടെ വീക്ക്ലി കറണ്ട് അഫയർ റിവൈസ് ചെയ്യണം. അതായത് കഴിഞ്ഞൊരു വീക്കിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കറണ്ട് അഫയേഴ്സിൽ നടന്നിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ഇവന്റ്സും അത് റിലേറ്റഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു മിഷൻ ശക്തി. മിഷൻ ശക്തി എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം മുന്നേ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തൊരു പ്രൊജക്റ്റ് ആയിരുന്നു മിഷൻ ശക്തി എന്ന് പറഞ്ഞിട്ട്. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തിരുന്നു വാർത്താ മാധ്യമങ്ങളിലൂടെ. അപ്പോൾ മിഷൻ ശക്തി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആന്റി സാറ്റലൈറ്റ് മിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ലോ എർത്ത് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന, എർത്തിന് വളരെ അടുത്ത് കൂടെ റിവോൾവ് ചെയ്യുന്ന, റൊട്ടേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റുകളെ അറ്റാക്ക് ചെയ്ത് മിസൈൽ വെച്ച് തകർക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. ആന്റി സാറ്റലൈറ്റ് ടെക്നോളജിയാണ് മിഷൻ ശക്തി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. സോ ലോ എർത്ത് ഓർബിറ്റ്, ജിയോ സിൻക്രണസ് ഓർബിറ്റ്, ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് അങ്ങനെ പല ഓർബിറ്റുകളുണ്ട്. സോ അത് ലോ എർത്ത് ഓർബിറ്റ്, എർത്തിനോട് വളരെ ചേർന്ന് കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളെ ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം, സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. ഇന്ത്യ ഈസ് ഓൺലി ദ 4th country ആഫ്റ്റർ US, റഷ്യ ആൻഡ് ഇസ്രായേൽ ടു ഹാവ് ദ ASAT ടെക്നോളജി. ASAT ആന്റി സാറ്റലൈറ്റ് ടെക്നോളജി എന്നാണ്. ഇന്ത്യ 4ാമത്തെ രാജ്യമാണെന്നാണ് പറയുന്നത്. 4ാമത്തെ രാജ്യമാണ്. US-നും റഷ്യയ്ക്കും ഇസ്രായേലിനും അല്ല, ചൈനയ്ക്കും ശേഷം ഇന്ത്യക്ക് 4ാമത്തെ രാജ്യമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇസ്രായേലിന് ഈ ഒരു ടെക്നോളജി ഇല്ല. US, റഷ്യ, ചൈന. ഇപ്പോൾ ഇന്ത്യക്കാണ് ഈ ഒരു ടെക്നോളജി കൈവശമായിട്ടുള്ളത്. സോ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നമ്മളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റൻ ഉള്ളത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. DRDO ഡെവലപ്ഡ് ASAT സിസ്റ്റം സക്സസ്ഫുള്ളി ഡിസ്ട്രോയ്ഡ് എ ലൈവ് സാറ്റലൈറ്റ് ഇൻ ദ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിലുള്ള ലോ എർത്ത് ഓർബിറ്റിലുള്ള ഒരു സാറ്റലൈറ്റിനെയാണ് ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. Since the test was done in the lower atmosphere, whatever debris that is generated will decay and fall back onto the earth within weeks. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് ലോ എർത്ത് ഓർബിറ്റിലാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അതിന്റെ ബാക്കിയായിട്ടുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എർത്തിലേക്ക് കുറച്ച് വീക്കുകളിൽ താഴേക്ക് വീഴുന്നതായിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് നോക്കാം. മിഷൻ ശക്തി വയലേറ്റ് 1967 ഔട്ടർ സ്പേസ് ട്രീറ്റി ഓഫ് വിച്ച് ഇന്ത്യ ഇസ് എ സിഗ്നേറ്ററി. 1967 ഒരു ഔട്ടർ സ്പേസ് ട്രീറ്റി എന്ന് പറഞ്ഞ ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റിയിൽ പറയുന്നത് വളരെ മാസ് ഡിസ്ട്രക്ഷൻ ചെയ്യാറില്ല, ന്യൂക്ലിയർ പോലുള്ള മാസ് ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യുന്ന തരത്തിലുള്ള വെപ്പൺ എക്സ്പെരിമെന്റ് ഒന്നും സ്പേസിൽ വെച്ച് നടത്താൻ പാടില്ല എന്നാണ് ഈ ഒരു ട്രീറ്റി പറയുന്നത്. പക്ഷേ ഈ ഒരു മിഷൻ ശക്തി എന്ന് പറയുന്ന മിഷൻ ഈ ഒരു ട്രീറ്റിനെ വയലേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇതൊരു ലോ എർത്ത് ഓർബിറ്റിലുള്ള മിഷനാണ്, കൂടാതെ ഒരു ചെറിയ ഡിസ്ട്രക്ഷൻ കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു ട്രീറ്റിനെ വയലേറ്റ് ചെയ്യുന്നില്ല. സോ ഇത്രയാണ് നിങ്ങൾ മിഷൻ ശക്തിയെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇന്ത്യ, US, റഷ്യ, ചൈന ഈ 4 കൺട്രീസിനാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ആന്റി സാറ്റലൈറ്റ് സിസ്റ്റം ടെക്നോളജി ഉള്ളത്. ഇന്ത്യ ഈ അടുത്താണ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. അതിൽ 1967 ട്രീറ്റിനെ അത് വയലേറ്റ് ചെയ്യുന്നില്ല. ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റ്സിനെ മാത്രമേ ഇത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മിഷൻ ശക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. With reference to Hyperloop recently in the news, which of the following statements are correct? Hyperloop is a futuristic transportation concept that intends to transport people to their destination at super speed. Frictional losses and high maintenance costs are the main impediments of implementing Hyperloop technology. ഹൈപ്പർലൂപ്പ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു മെട്രോ ട്രെയിൻ ഒക്കെ പോലെ, ഒരു ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെയല്ല. ആ ഒരു തരത്തിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹൈപ്പർലൂപ്പ് എന്ന് പറഞ്ഞാൽ. വളരെ സ്പീഡി ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസമാണ്. സോ അത് ബേസിക്കലി ഒരു സിമ്പിൾ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാണ്. ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ ആണ്. നമ്മൾ വീഗാനിൽ കാണുന്ന പോലെ ട്യൂബ് പോലത്തെ സ്ട്രക്ചറാണ്. അതിനുള്ളിൽ ഒരു ക്യാപ്സ്യൂൾ പോലെ ഉണ്ടാവും. ആ ട്യൂബിനുള്ളിലൊരു കംപ്ലീറ്റ് പ്യുവർ വാക്വം അല്ല, എന്നാൽ വാക്വം ലൈക്ക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ സൃഷ്ടിച്ചെടുക്കും. അതിലൂടെ ആളുകളെ ആ ക്യാപ്സ്യൂൾ യൂസ് ചെയ്തിട്ട് ഹൈ സ്പീഡിൽ ആളുകളെയും സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഹൈപ്പർലൂപ്പ് ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ഹൈപ്പർലൂപ്പ് ടെക്നോളജിയിൽ ഫ്രിക്ഷണൽ ലോസസ് വളരെ മിനിമൽ ആയിരിക്കും. ഫ്രിക്ഷണൽ ലോസസ് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഫ്രിക്ഷണൽ ലോസസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കറക്റ്റ് എന്ന് പറയുന്നത് 1 ഓൺലി ആണ്. A ആണ് ആൻസർ എന്ന് പറയുന്നത്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. World Theatre Day was observed on option A March 27, option B March 26, option C March 29, option D March 30. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. March 27 ആണ് വേൾഡ് തിയേറ്റർ ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അത് ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് 1962 മുതൽ 1962 മുതലാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഇതിന്റെ തീം എന്ന് പറയുന്നത് തിയേറ്റർ ആൻഡ് കൾച്ചർ ഓഫ് പീസ്. തിയേറ്റർ എ കൾച്ചർ ഓഫ് പീസ് എന്നുള്ളതാണ് ഈ വർഷത്തെ ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കുക. March 27 ആണ് തിയേറ്റർ ഡേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഗൂഗിൾ സ്റ്റേഷൻ ദാറ്റ് വാസ് ഇൻ ദ ന്യൂസ് റീസെന്റ്?
ഗൂഗിൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് നമ്മൾ പലപ്പോഴായിട്ട് ഈ അടുത്തും അതിന് മുമ്പൊക്കെ ആയിട്ട് ന്യൂസിൽ കേട്ടിട്ടുണ്ട്. ബേസിക്കലി ഗൂഗിൾ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്നുമല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എ പബ്ലിക് വൈഫൈ പ്ലാറ്റ്ഫോം ആണ്. അതായത് ഗൂഗിളിന്റെ സഹായത്തോടുകൂടി ഫ്രീ ആയിട്ട് വൈഫൈ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് ഗൂഗിൾ സ്റ്റേഷൻ എന്ന് വിളിക്കാം. എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഗൂഗിളിന്റെ വക വൈഫൈ കിട്ടാറുണ്ട്. അതൊരു ഗൂഗിൾ സ്റ്റേഷൻ ആണെന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ പബ്ലിക് വൈഫൈ സ്റ്റേഷൻസിനെയാണ് നമ്മൾ ഗൂഗിൾ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ന്യൂ ആപ്പ് ബോലോ ദാറ്റ് എയിംസ് ടു ഹെൽപ്പ് ചിൽഡ്രൻ ഇൻ പ്രൈമറി സ്കൂൾ ലേൺ ടു റീഡ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഇസ് ലോഞ്ച്ഡ് ബൈ. ബോലോ എന്ന് പറഞ്ഞൊരു ആപ്പ് റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുണ്ട്. അത് ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അത് ഗൂഗിളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗൂഗിളിൻ്റെ ആപ്പാണ് ബോലോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അത് സ്പീച്ച് റെക്കഗ്നിഷനും ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർഷൻ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ കുട്ടികളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണത്. അത് ദിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറൊക്കെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. സോ അത് കുട്ടികളെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്ലി വായിക്കാൻ പഠിപ്പിക്കുന്നുള്ളതാണ് ബോലോ ആപ്പിൻ്റെ പ്രത്യേകത. അത് ഓർഡർ ചെയ്യുക. ബോലോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഗൂഗിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി കിങ് ഓഫ് തോമിസ്ലാവ് is the highest civilian order of which country? ഫ്രാൻസ്, റഷ്യ, ക്രൊയേഷ്യ, ഈജിപ്റ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്രൊയേഷ്യയാണ്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഈ അടുത്ത് ക്രൊയേഷ്യ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ക്രൊയേഷ്യ പ്രസിഡന്റ്, ക്രൊയേഷ്യൻ പ്രൈം മിനിസ്റ്റർ ഈ ഒരു അവാർഡ് നൽകി ആദരിച്ചിരുന്നു. അത് അവിടുത്തെ ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ്. സോ ഈ അവാർഡ് ലഭിച്ചിരിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്നത്. ക്രൊയേഷ്യ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു യൂറോപ്യൻ കൺട്രിയാണ്. യൂറോപ്യൻ യൂണിയനിലെ മെമ്പർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ബാൽക്കൻ പെനിൻസുലയിലെ നോർത്ത് വെസ്റ്റ് റീജിയനിലായിട്ടാണ് ഈ ക്രൊയേഷ്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സഗ്രബ് ആണ്, ക്രൊയേഷ്യയുടെ ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ക്രൊയേഷ്യ അതിന്റെ ക്യാപിറ്റൽ. ഈ ഒരു അവാർഡ് ക്രൊയേഷ്യയാണ് കൊടുക്കുന്നത്. രാംനാഥ് കോവിന്ദിന് ഇത് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൻഡിഡേറ്റ് കണക്ട് ആൻഡ് ഷെയർ യു വോട്ടഡ്. The two India-specific tools associated with which of the following social media platforms? Facebook, Instagram, Twitter and TikTok. കറക്റ്റ് ആൻസർ എന്ന് ഫേസ്ബുക്ക് ആണ്. കാൻഡിഡേറ്റ് കണക്റ്റും ഷെയർ യു വോട്ടഡും ഇത് രണ്ടും ഒരു എന്താ പറയുക ഫേസ്ബുക്ക് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ടൂളുകളാണ്. കാൻഡിഡേറ്റ് കണക്റ്റിൽ ബേസിക്കലി നമ്മുടെ ലോക്സഭ ഇലക്ഷൻ പ്രമാണിച്ച് 2019 ലോക്സഭ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് കാൻഡിഡേറ്റ്സിന് അവരുടെ ഒരു വീഡിയോ ചെയ്യാം. അവരുടെ ഇലക്ഷൻ പ്രചാരണാർത്ഥമുള്ള വീഡിയോ ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവസരം ഉണ്ടാവും. ഷെയർ യു വോട്ടഡ് എന്നുള്ളത് നമുക്ക് വോട്ട് ചെയ്തതിനു ശേഷം ഞാൻ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാനുള്ളവരുടെ, അത് വോട്ടിങ്ങിൻ്റെയും ഡെമോക്രസിയുടെയും ഒക്കെ വാല്യൂസ് ഒക്കെ അപ്ഹോൾഡ് ചെയ്യാവുന്ന തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. സോ ഫേസ്ബുക്കാണ് ഇത്തരത്തിലുള്ള രണ്ട് പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വെസ്റ്റ് നൈൽ വൈറസ് ഇസ് എ വൈറൽ ഇൻഫെക്ഷൻ which typically spread by? Option A bats, option B dogs, option C mammals, option D mosquitoes. മൊസ്കിറ്റോസ് ആണ് വെസ്റ്റ് നൈൽ എന്ന് പറഞ്ഞിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ, വൈറൽ ഫീവർ സ്പ്രെഡ് ചെയ്യുന്നത്. അത് ക്യൂലെക്സ് വർഗ്ഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുക. അത് റീസെൻ്റ്ലി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കേന്ദ്ര സംഘം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം. മൊസ്കിറ്റോസ് ആണ് ഇത് പരത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Pinnaga recently found in news refers to? Option A low earth orbit satellite, option B guided weapon system, option C ransomware, option D smallest asteroid near Jupiter. പിനഗ എന്ന് പറയുന്നത് ഒരു ഗൈഡഡ് വെപ്പൺ സിസ്റ്റമാണ്. ഗൈഡഡ് വെപ്പൺ സിസ്റ്റം എന്ന് വെച്ചാൽ ടാർഗറ്റ് ലോക്ക് ചെയ്തിട്ട് അവിടെ ഡിസ്ട്രക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു ഗൈഡഡ് വെപ്പൺ സിസ്റ്റമാണ് പിനഗ എന്ന് പറയുന്നത്. DRDO സക്സസ്ഫുള്ളി ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആണ്. DRDO പൊക്രാനിൽ വെച്ച് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് കണ്ടായിരുന്നു ഈ അടുത്ത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ കാരണം. പിനഗ എന്ന് പറയുന്നത് ഒരു ആർട്ടിലറി, ഇന്ത്യൻ ആർമിയുടെ ആർട്ടിലറിക്കൊക്കെ ഭയങ്കര സ്ട്രെങ്ത് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു എക്യുപ്മെന്റും കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ. OSIRIS-REx mission is aimed at studying Bennu asteroid. OSIRIS-REx mission discovers evidence of water particle plumes on asteroid Bennu. ബെന്നു എന്ന് പറയുന്നത് ഒരു നിയർ എർത്ത് ആയിട്ടുള്ള ഒരു ആസ്ട്രോയിഡ് ആണ്. എർത്തിനോട് വളരെ അടുത്തുള്ളതും അതിന് പല മെറ്റീരിയൽ പ്രോപ്പർട്ടി കൊണ്ടൊക്കെയാണ് ബെന്നു എന്ന് പറഞ്ഞ ആസ്ട്രോയിഡിനെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അത് നാസയുടെ ഒരു പ്രൊജക്റ്റാണ്. അതിനെ പഠിക്കാൻ വേണ്ടി വീട്ടിലുള്ള ഒരു മിഷന്റെ പേരാണ് OSIRIS-REx എന്ന് പറയുന്നത്. OSIRIS-REx ഈ അടുത്ത് ഈ ഒരു ബെന്നു എന്ന് പറഞ്ഞ ആസ്ട്രോയിഡിൽ വാട്ടറിന്റെ സാന്നിധ്യം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് ചില ന്യൂസുകളൊക്കെ വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. OSIRIS-REx ആണ് ഈ നാസനെ ബെന്നു ആസ്ട്രോയിഡിനെ കുറിച്ച് പഠിക്കുന്നത്. നാസയുടെ ആണത്. OSIRIS-REx ഈ അടുത്ത് കണ്ട വിവരങ്ങൾ പ്രകാരം അവിടെ ബെന്നുവിൽ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് പറയാനുള്ളത് സെറസ് ആണ്. CRES സെറസ് ആണ് ഏറ്റവും വലിയ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. അടുത്ത് കഴിഞ്ഞിട്ടുള്ള ആസ്ട്രോയിഡ് വെസ്റ്റ, പിന്നെ പെല്ലാസ്. ഇത് മൂന്നാണ് വലിപ്പത്തിൽ 1-2-3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. ആസ്ട്രോയിഡ്സ് നോർമലി കാണപ്പെടാറ് ആസ്ട്രോയിഡ് ബെൽറ്റാണ്. ജൂപ്പിറ്റർ അടുത്തുള്ള ആസ്ട്രോയിഡ് ബെൽറ്റാണ് കാണപ്പെടുന്നത്. അതിനൊരു ജോഗ്രഫിക്കലി ഒരു റീസൺ ഒക്കെ ഉണ്ട്.
സോ ഈ ഒസിരിസ് റെക്സ് അസോസിയേറ്റഡ് വിത്ത് ആസ്ട്രോയിഡ് ബെന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും കുറേ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റൻസും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻട്രി ആപ്പിനകത്തുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്യൂസ് നിങ്ങൾ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് എന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.